ഇന്ന് ചീനവലയുടെ കുറ്റിയും ഒരു കൊക്കാണ്ടായിരിക്കണത്. പിന്നെ കുറച്ച് ചെടി വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ നമ്മുടെ വീട്ടിലെ ബോഗൺവില്ലേമൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അധികം കളറൊന്നുമില്ല, 2-3 കളറുള്ളൂ, എന്നാലും പൂവിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ പല കൊമ്പുകൾ ഞാൻ കഴിഞ്ഞ കൊല്ലം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒക്കെ ചിലതൊക്കെ പിടിച്ചോളൂ. പിന്നെ ഈ പൂവിട്ട് നിൽക്കണതൊക്കെ പിടിപ്പിച്ച കളറൊക്കെ തന്നെ ആയിപ്പോയി. വെള്ള മഞ്ഞയൊക്കെ കൊണ്ടുപോയി വെച്ചതാണ്, പക്ഷേ എല്ലാവരും നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെമ്പരത്തിയുടെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാടൻ ചെമ്പരത്തി, തലയിലൊക്കെ ഇടുന്ന താളിയുടെ ചെമ്പരത്തിയാണത്. അതിപ്പോൾ ഇഷ്ടംപോലെ പൂവിട്ട് നിൽക്കണ്ട. ഇവിടെ മഞ്ഞുള്ള നല്ല മഞ്ഞുണ്ട് ഇപ്പോൾ നമുക്കിവിടെ. മഞ്ഞ് കാലത്തായിട്ടാണ് ഈ പൂവ് ഇങ്ങനെ ഉണ്ടായി കാണുന്നത്. ഇലയും പൂവൊക്കെ ആയിട്ട് നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ചെമ്പരത്തി. പിന്നെ ഈ കുങ്ങണിച്ചെടിയുമേയും അതെ, പൂവുണ്ടായിട്ടൊക്കെയുണ്ട്. കുങ്ങണിച്ചെടിയുടെ 2 കളറാണ് നമ്മുടെ അടുത്തുള്ളത്. പല വയലറ്റൊക്കെ കളറൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്തില്ലട്ടെ, ഞാൻ വയലറ്റ് കളറൊക്കെ കൊമ്പൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിടിപ്പിക്കാനായിട്ട്. പക്ഷെ അതൊന്നും പിടിച്ചില്ല. പിന്നെ കടുത്തൊരു മജന്ത കളർ, അതൊക്കെ പലയിടത്തും നിൽക്കണ കാണാം. അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ 2 കളറാണ് ഇപ്പോൾ പിടിപ്പിച്ചേക്കണത്. പിന്നെ ഇതൊരു ചൈനീസ് വാൽസസും പൂവിട്ടായിട്ടൊക്കെയാണ്. 1-2 പൂവുകൾ കേട്ടോ. അത് എനിക്ക് എപ്പോഴും ചൈനീസ് വാൽസസ് നിറച്ച് പൂവുണ്ടായി നിൽക്കാറില്ല. 1-2 പൂവൊക്കെ ഉണ്ടാവാറുള്ളതും. പിന്നെ എപ്പീഷ്യമൊക്കെ പൂവുണ്ടാവാറുണ്ട്. പിന്നെ വീട്ടിലുണ്ടായിരുന്ന വേറൊരു ഓർക്കിഡാണിട്ടത്. അതമ്മേ അടുത്ത ദിവസം പൂവിട്ടിട്ടുണ്ടായിരുന്നു. വെള്ള ഓർക്കിഡുള്ളതും പൂവിട്ടത്. പിന്നെ ഇതുമ്മേ ഉണ്ടായിരുന്ന ഒരു പൂവ്. പിന്നെ ചെമ്പരത്തിയുടെ വേറൊരു കളറാണത്. ചെമ്പരത്തി വേറെ പല കളറ് പിടിപ്പിക്കാമെന്നാണ് എൻ്റെ ഒരു ആലോചന. ഇപ്പോൾ ഒരു 3-4 കളറുണ്ട് വീട്ടിൽ. പല കളർ ചെമ്പരത്തി ആകുമ്പോൾ അധികം കെയർ വേണ്ടല്ലോ. അപ്പോൾ ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കാനായിട്ടൊരു പ്ലാനുണ്ട്. വെള്ള ചെമ്പരത്തി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിങ്ക് പോലത്തെ റോസ് പോലത്തെ കളറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞയുണ്ട്. ഒക്കെ പൂവിട്ട് നിൽക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ചിലപ്പോൾ നാളെ വിരിയുള്ളൂ. ഇത് കാന്താരി മുളകിൻ്റെ ഞാൻ ബ്രാഞ്ചൊക്കെ വെട്ടിക്കളഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.